നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് representation of data and tables as graphs. Representation of data and tables as graphs. ഓക്കെ, അപ്പോ ഡേറ്റകളെ നമ്മൾ ഗ്രാഫുകളായി റെപ്രസെന്റേറ്റ് ചെയ്യാൻ പോവുക. അപ്പൊ നിങ്ങൾ ഏകദേശം എല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ പണ്ട് കണ്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യുന്നു എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബാർ ഡയഗ്രാം അല്ലെങ്കിൽ ബാർ ഗ്രാഫ്സ്. ബാർ ഡയഗ്രാം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും, അതിനുള്ള ബാർ ഗ്രാഫ്സ്. അതായത് നിങ്ങളുടെ കയ്യിലൊരു ഡേറ്റ ഉണ്ട്, സേ ഫോർ എക്സാമ്പിൾ എന്താണ് വിൻഡ് സ്പീഡിന്റെ ഒരു ഡേറ്റയാണ്. അതായത് ഇപ്പൊ ഒരു ചില സ്ഥലങ്ങൾ, സേ ഫോർ എക്സാമ്പിൾ ജയ്പൂർ, കേരള, ജമ്മു കാശ്മീർ എക്സെട്ര, ഈ 3 സ്ഥലങ്ങളിലെ വിൻഡ് സ്പീഡാണ് ഡേറ്റ. വിൻഡ് സ്പീഡാണ് നമ്മുടെ ഡേറ്റ. സേ ഫോർ എക്സാമ്പിൾ 125 മൈൽ പെർ അവർ ആണ്. 115 മൈൽ പെർ അവർ ആൻഡ് 145 മൈൽ പെർ അവർ. ഇതാണ് ഓരോ സ്ഥലങ്ങളിലെയും 3 സ്ഥലങ്ങളിലെയും വിൻഡ് സ്പീഡിന്റെ ഡേറ്റ. അപ്പോ ഇവിടെ നമ്മുടെ ഒരു പെർട്ടിക്കുലർ ഡേറ്റയെ നമ്മൾ എക്സ് ആക്സിസിലും മറ്റൊരു പെർട്ടിക്കുലർ ഡേറ്റയെ വൈ ആക്സിസിലും നമ്മൾ ഡിനോട്ട് ചെയ്യും. ഒരു പെർട്ടിക്കുലർ ഡേറ്റയെ എക്സ് ആക്സിസിലും മറ്റൊരു ഡേറ്റയെ നമ്മൾ വൈ ആക്സിസിലും ഡിനോട്ട് ചെയ്യും. സോ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ പ്ലേസസ് എന്ന് പറയുന്നത് എക്സ് ആക്സിസിൽ ഡിനോട്ട് ചെയ്യുന്നു, ആൻഡ് മൈൽ പെർ അവർ ആയ സ്പീഡിനെ ഞാൻ വൈ ആക്സിസിൽ ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ എക്സ് ആക്സിസിൽ ഡിനോട്ട് ചെയ്യുമ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ വാല്യൂ ഇവിടെ അത് ഞാൻ ഈക്വൽ ആയിട്ട് പകത്തെടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ പകത്തെടുത്തു. അതിനുശേഷം എന്താണ് ഇവിടെ ഓരോരോ ഡേറ്റ മാർക്ക് ചെയ്യുന്നു. 50, 100, 150. ഓക്കെ, ഇതാണ് ഞാൻ മാർക്ക് ചെയ്ത ഡേറ്റ. Now this particular bar represents Jaipur. And this particular section represents Kerala, and this particular section represents J&K. ഇതാണ് എന്റെ ഓരോരോ സെക്ഷനുമായിട്ടുള്ള റെപ്രസെന്റേഷൻ. Now Jaipur has 125 mile per hour speed of wind speed. Wind speed 125 mile per hour ആണ്. ഇപ്പൊ 125 എന്ന് പറയുമ്പോൾ ഈ ഭാഗത്തായിട്ട് വരും, ഈ ഭാഗത്ത്. Therefore ഞാൻ അത് റെപ്രസെന്റേറ്റ് ചെയ്യാനായിട്ട് ഒരു ബാർ വരയ്ക്കും. കഴിഞ്ഞു. 125 അതേ അളവിലുള്ള പൊക്കത്തിലുള്ള ഒരു ബാർ വരച്ചു. Now Kerala has 115. അത് ഒരു വിധം ഈ ഭാഗത്തായിട്ട് വരും, ഇത്രയും ഭാഗത്തായിട്ട് വരും. Therefore ഈ ഭാഗത്ത് അത്രയും പൊക്കമുള്ള ഒരു ഗ്രാഫ് മാത്രമേ ഞാൻ വരയ്ക്കുന്നുള്ളൂ. ഇത്രയും പൊക്കമുള്ള ഒരു ഗ്രാഫ് 125. Kerala has a 125 mile per hour wind speed. And finally 145 mile per hour. അത് ഏകദേശം 150യോട് അടുത്ത് തന്നെ ഇരിക്കും. ഒരു ചെറിയ വ്യത്യാസം മാത്രമേ കാണൂ. This is representing your data as a bar diagram. കണ്ടല്ലോ, ഇപ്പൊ ഡെഫിനിഷൻ ഇതേ ഉള്ളൂ. Representing your data as bars. Representing your data as bars. This is bar diagram അല്ലെങ്കിൽ bar graph. Bar graphs representation of a data as bars is called a bar diagram. It's called a bar diagram or bar graph. It's called a bar diagram or a bar graph. കഴിഞ്ഞു. ഇതാണ് ഒരു ബാർ ഡയഗ്രാം. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഈ പർട്ടിക്കുലർ ഡേറ്റയെ ഞാൻ ഇവിടെ റെപ്രസെന്റേറ്റ് ചെയ്തു. ഇവിടെ തന്നെ റെപ്രസെന്റേറ്റ് ചെയ്യണമെന്നില്ല, ഇവിടെയും നിങ്ങൾക്ക് റെപ്രസെന്റേറ്റ് ചെയ്യാം. സോ ഫോർ എക്സാമ്പിൾ ആദ്യത്തെ ബ്ലോക്ക് ജയ്പൂർ ഇവിടെ, രണ്ടാമത്തെ ബ്ലോക്ക് കേരള ഇവിടെ, അടുത്ത J&K ജമ്മു കാശ്മീർ അടുത്ത ബ്ലോക്കിൽ. എന്നിട്ട് ഈ പർട്ടിക്കുലർ വാല്യൂ ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യാം. അങ്ങനെ ബാർ നിങ്ങൾക്ക് ഹൊറിസോണ്ടൽ ആയിട്ടും വരയ്ക്കാം, ഒരു പ്രശ്നമില്ല.
നിങ്ങൾ നോക്കേണ്ടത് എല്ലാ ബാറിനും ഒരേ വിഡ്ത്ത് ആയിരിക്കണം, അവർ തമ്മിലുള്ള അകലവും സെയിം ആയിരിക്കണം. എല്ലാ ബാറിനും ഒരേ വിഡ്ത്ത് ആയിരിക്കണം, അവർ തമ്മിലുള്ള അകലവും സെയിം ആയിരിക്കണം. അതായത് പോയിന്റ്സ് ടു നോട്ട് ഇസ് ദാറ്റ് all bars have equal width, and are at equal distance with each other. രണ്ടുപേരും ഈക്വൽ ഡിസ്റ്റൻസിലായിരിക്കണം ഇരിക്കേണ്ടത്. ആൻഡ് ദിസ് ഇസ് എ ബാർ ഗ്രാഫ്. ഡൺ. ബാർ ഗ്രാഫ് കഴിഞ്ഞു. നൗ നെക്സ്റ്റ് വൺ. ഇത് കണ്ടിട്ടുള്ളതായിരിക്കും, വലിയ കാര്യമൊന്നുമില്ല. ഏത് ഡേറ്റ തന്നാലും നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് വൺ, pictographs. ഈ പിക്ടോഗ്രാഫ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ബാർ ഗ്രാഫ്. പിക്ടോഗ്രാഫ് എന്ന് പറയുന്നത് ഒരു ബാർ ഗ്രാഫ് തന്നെയാണ്. പക്ഷേ അവിടുത്തെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഈ ബാറിന് പകരം എന്തെങ്കിലും പിക്ചർ ആയിരിക്കും ഇരിക്കുന്നത്. സേ ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ എന്താണ് ഈ പർട്ടിക്കുലർ ഡേറ്റ വരച്ചല്ലോ, അതെനിക്ക് വരച്ച് കാണിക്കും. പിക്ടോഗ്രാഫ് നമുക്ക് വരച്ച് കാണിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം ഇവിടെ കണ്ടല്ലോ, എനിക്കിപ്പോ വരച്ച് കാണിക്കാൻ പറ്റില്ല, ടെക്നിക്കലി ഇപ്പൊ വരച്ച് കാണിക്കാൻ പോസിബിൾ അല്ല, അത്രേ ഉള്ളൂ. പിക്ടോഗ്രാഫിൽ റെപ്രസെന്റേഷൻ ഉണ്ട്. സേ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ജയ്പൂരിന്റെ ഒരു ഗ്രാഫ് നമ്മൾ വരച്ചു. ഇവിടെ ബാറുണ്ട്. ഈ ബാറിന് പകരം ഇപ്പൊ ജയ്പൂരിന്റെ എന്തെങ്കിലും മോണുമെന്റ് ആയിരിക്കും, ജയ്പൂരിനെ റെപ്രസെന്റേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ആയിരിക്കും ഇവിടെ ഉണ്ടാവുന്നത്. ജയ്പൂർ രാജസ്ഥാനിലായതുകൊണ്ട് ഒരു ഡെസേർട്ടിന്റെ പിക്ചർ ആയിരിക്കും ഈ ബാറിന്റെ രൂപത്തിൽ വന്നിരിക്കുന്നത്. നൗ ഫോർ കേരളയെ പറ്റി പറയുമ്പോൾ എന്താണ്, കൈൻഡ് ഓഫ് കഥകളിയുടെ രൂപമായിരിക്കാം കേരള എന്ന് പറയുന്ന ഈ ബാറിന് പകരം റെപ്രസെന്റേറ്റ് ആയിരിക്കുന്നത്. നൗ ജമ്മു കാശ്മീർ, അപ്പൊ ജമ്മു കാശ്മീരുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ആയിരിക്കും. സോ ബാറിന് പകരം എന്തെങ്കിലും പിക്ചർ ആയിരിക്കും അവിടെ വരുന്നത്. ബാറിന് പകരം എന്തെങ്കിലും ഐക്കണോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്മോൾ പിക്ചറോ ആയിരിക്കും. ആ ഒരു വ്യത്യാസം മാത്രമേ ബാർ ഡയഗ്രാമും പിക്ടോഗ്രാഫും തമ്മിലുള്ളൂ. ബാർഗ്രാഫും പിക്ടോഗ്രാഫും തമ്മിൽ ആ ഒരു വ്യത്യാസമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. ഓക്കെ, അപ്പൊ ഡെഫിനിഷൻ ഇങ്ങനെയാണ്. സംടൈംസ് a bar graph might use an icon or small image to convey a unit of measurement. This type of bar graph is called a pictograph. ഇത്രേ ഉള്ളൂ പിക്ടോഗ്രാഫിനെ പറ്റി. അതിപ്പോ നമുക്ക് എന്തായാലും വരച്ചെടുക്കാൻ പറ്റില്ലല്ലോ, പരീക്ഷയ്ക്കും ചോദിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് എന്തായാലും പരീക്ഷയ്ക്ക് അങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എന്താണ്, ഒരു പിക്ചർ എടുത്തു വെച്ച് ബാറിന് പകരം റെപ്രസെന്റേറ്റ് ചെയ്യുക അസാധ്യമായ കാര്യമാണ്. ഓക്കെ, അത് നടക്കാത്ത കാര്യമാണ്. അപ്പൊ പിന്നെ അതിനെപ്പറ്റി നമ്മൾ മെൻഷൻ ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെപ്പറ്റി സീരിയസ് ആയിട്ട് കാണുകയോ വേണ്ട. അതാണ് പിക്ടോഗ്രാഫ്. ബാർ ഗ്രാഫ് നമുക്ക് വരയ്ക്കാം, പക്ഷെ പിക്ടോഗ്രാഫ് വരയ്ക്കുന്നത് അത്ര സിമ്പിൾ ആയ കാര്യമല്ല. മൂവിങ് ഓൺ. Next particular type of graph is line graph. Next graph is line graph.
എന്താണ് ഒരു ലൈൻ ഗ്രാഫ്? അതായത് ഒരു വേരിയബിളിന്റെ ചേഞ്ചിനെ, ഒന്നിൽ കൂടുതലോ ഉള്ള വേരിയബിളിന്റെ ചേഞ്ചിനെ ലൈനായിട്ട് റെപ്രസെന്റേറ്റ് ചെയ്യുന്നതാണ് ലൈൻ ഗ്രാഫ്. ഒന്നിലോ അതിലോ കൂടുതൽ വേരിയബിൾസിനെ അതിന്റെ എന്താണ് ചേഞ്ചിനെ ലൈൻ വെച്ച് റെപ്രസെന്റേറ്റ് ചെയ്യുന്നതാണ് ലൈൻ ഗ്രാഫ്. അപ്പൊ നമുക്ക് എന്തായാലും അതിന്റെ ഡെഫിനിഷൻ പഠിക്കാം, ഡെഫിനിഷൻ നോക്കാം, അതിനുശേഷം ഒരു എക്സാമ്പിൾ കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ലൈൻ ഗ്രാഫ് are often used to track how one variable changes with respect to a second variable, second variable. ഓക്കെ, ഒരു വേരിയബിൾ മറ്റു വേരിയബിളിനെ അനുസരിച്ച് ചേഞ്ച് ചെയ്യുന്ന എങ്ങനെയെന്ന് ട്രാക്ക് ചെയ്യാനാണ് നമ്മൾ ലൈൻ ഗ്രാഫിനെ ഉപയോഗിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒരു ലൈൻ ഗ്രാഫ് വരച്ച് നോക്കാം. ഓക്കെ, ലൈൻ ഗ്രാഫ് വരച്ച് നോക്കാം, അപ്പോഴേ കാര്യം മനസ്സിലാകത്തുള്ളൂ. ക്വസ്റ്റ്യൻ ഇതാണ്: represent the following data as a line graph. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് വരയ്ക്കുന്നത് നോക്കാം. അപ്പൊ ഡേറ്റ ഇതാണ്: year, and number of death. Here, number of death. അപ്പോ ഇതെങ്ങനെയാണ്? 1986 number of death is 641. 1990 number of death is 544. 1994 number of death is 1170. 1998 number of death is 904. 2002 number of death is 577. And finally 2006 number of death is 773. ഇതാണ് നമ്മുടെ ഡേറ്റ. ഇയറും നമ്പർ ഓഫ് ഡെത്തും ആണ് തന്നിട്ടുള്ളത്. നമുക്ക് ഡേറ്റ വരയ്ക്കാം. ഓക്കെ, നമ്മുടെ ലൈൻ ഗ്രാഫ് വരയ്ക്കാം. നൗ ലൈൻ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമ്മള് ആസ് ഓഫ് കോഴ്സ് കോർഡിനേറ്റ് സിസ്റ്റം വരയ്ക്കുക. ഇതാണ് നമ്മുടെ കോർഡിനേറ്റ് സിസ്റ്റം. എക്സ് ആക്സിസും വൈ ആക്സിസും എന്നൊക്കെ നമ്മൾ പറയും. ഇങ്ങനെ ഒരു എൽ ഷേപ്പ് വരയ്ക്കുക. എൽ ഷേപ്പ് വരച്ചിട്ട് താഴെയുള്ള ആക്സിസിൽ ഞാൻ ഇയർ മാർക്ക് ചെയ്യുകയാണെ. ആദ്യം ഞാൻ ഒരു 1986 നമ്മുടെ വേണ്ട ഇയർ ആണ്, നമ്മുടെ ഡേറ്റയിലുള്ള ഇയർ ആണ്. ആൻഡ് അതിനുശേഷം 90, അതിനുശേഷം 94, അതിനുശേഷം 98, അതിനുശേഷം 2002 ആൻഡ് ഫൈനലി 2006 മാർക്ക് ചെയ്തു. എന്നിട്ട് ഈ ആക്സിസിൽ ഞാൻ എന്ത് ചെയ്യാം? ഈ എന്താണ് മരണത്തിന്റെ കണക്കാണ് മാർക്ക് ചെയ്യുന്നത്. ദാറ്റ് വിൽ ബി 200, 400, 600, 800, 1000,
ആൻഡ് ഫൈനലി 1200 മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 1986 എത്രയാണ് നമ്പർ ഓഫ് ഡെത്ത്. നമ്മൾ ഡേറ്റ ടേബിൾ നോക്കുന്നു. 641. അപ്പൊ 641 എന്ന് പറയുമ്പോൾ 600 ഉണ്ട്. 641 എന്ന് പറയുമ്പോൾ ഏകദേശം ഇത്രയും പൊക്കത്തിൽ വരും. ഈ ഭാഗത്തായിട്ട് 641 ആ ഭാഗത്തായിട്ട് അവിടെ ഇരിക്കട്ടെ, അവിടെ ഒരു ഡോട്ട് കൊടുക്കും. ഈ 1990 നമ്പർ ഓഫ് ഡെത്ത് 544 ആണ്. അതായത് 500 കഴിഞ്ഞിട്ട് ഈ 400ന്റെയും 600ന്റെയും ഇടയ്ക്കായിരിക്കും 500. അപ്പൊ 544 എന്ന് പറയുമ്പോൾ ഈ ഭാഗത്തായിട്ട് വരും. മാർക്ക് ചെയ്തു. ഇനി 1994 1170 എന്ന് പറയുമ്പോൾ 1000ഉം 1100നും കഴിഞ്ഞിട്ട് ഈ ഭാഗത്തായിട്ട് വരും. ഈ ഭാഗത്തായിട്ട് ഓക്കെ. ഇനി 1998 നമ്പർ ഓഫ് ഡെത്ത് 904 ആണ്. അപ്പൊ 800 900ന്റെ ഇടയ്ക്ക് ഈ ഭാഗത്തായിട്ട് വരും. അവിടെ മാർക്ക് ചെയ്തു. ഇനി 2002 നമ്പർ ഓഫ് ഡെത്ത് 577 ആണ്. 577 എന്ന് പറയുമ്പോൾ 400ന്റെ 600ന്റെ ഇടയ്ക്കായിട്ട് വരും. ഈ ഭാഗത്തായിട്ട് വരും. Now 2006 നമ്മുടെ ഡെത്ത് 773 ആണ്. അപ്പൊ ഈ 600ന്റെ 700ന്റെ ഇടയ്ക്കായിട്ട് വരും. ഈ ഒരു ഭാഗത്തൊക്കെ ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. എക്സാക്ട് ഇതാണ്, എക്സാക്ട് ഈ പൊസിഷൻ ആണെന്നൊന്നും ഞാൻ ബാധിക്കുന്നില്ല. ഒരു അപ്രോക്സിമേറ്റ് കണ്ടല്ലോ. നിങ്ങളുടെ യുക്തിക്ക് അനുസരിച്ച് അതിന്റെ കൊടുക്കുക. കഴിഞ്ഞു, എല്ലാ പോയിന്റും കൊടുത്തു കഴിഞ്ഞു. നമ്മുടെ എല്ലാ ഡേറ്റയും റെപ്രസെന്റ് ചെയ്യും. അതിനുശേഷം അടുത്തടുത്തുള്ള ലൈൻസ് തമ്മിൽ ജോയിൻ ചെയ്യുക. അതാ 1986ന്റെ ഡേറ്റ കഴിഞ്ഞ് 1990യുടെ ഡേറ്റ ഞാനത് ജോയിൻ ചെയ്യാൻ പോവുകയാണ്. ഇവിടെ നിന്ന് ഇവിടെ വരെ. അടുത്ത 1994ന്റെ ഡേറ്റ ഇങ്ങോട്ടേക്കാണ്. ഓക്കെ. എന്നിട്ട് അടുത്ത ഡേറ്റ 1998 താഴേക്ക്. അതിനുശേഷം 202ലെ ഡേറ്റ വീണ്ടും താഴേക്ക്. അടുത്ത 206ന്റെ ഡേറ്റ ഇങ്ങോട്ടേക്ക്. കഴിഞ്ഞു. ദിസ് ഇസ് ദ റെപ്രസെന്റേഷൻ ഓഫ് ഡേറ്റ ബൈ ലൈൻ ഗ്രാഫ്. This is the representation of data by line graph. കഴിഞ്ഞു. Done. കണ്ടല്ലോ. ഓക്കെ. അപ്പൊ ഇത് ഇങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് എന്താണ് ആ ഡേറ്റയുടെ മൂവ്മെന്റ് എങ്ങോട്ടാണ് എന്ന് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും. നമുക്കൊരു പിടുത്തം കിട്ടും. നോക്കുക, നമ്പർ ഓഫ് ഡെത്ത് സത്യം പറഞ്ഞാല് ഈ ഒരു പോയിന്റില് അല്ലെങ്കിൽ ഒരു 1996 ഇച്ചിരി പൊങ്ങിയാണ് നിന്ന് അത് താന്നു, കുറഞ്ഞു. പിന്നെ ഒരു ഹൈക്ക് വന്നു, പിന്നെ കുറയും, പിന്നെയും ഹൈക്ക് വരും, കുറയും. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പർട്ടിക്കുലർ ഡെത്ത് റേറ്റ് അല്ലെങ്കിൽ ഡെത്തിന്റെ ഒരു പാറ്റേൺ ഇങ്ങനെയാണ്. ഇടയ്ക്ക് കുറയും കൂടും, കുറയും കൂടും, കുറയും കൂടും എന്ന് പറയുന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. ആ ഡേറ്റയുടെ സ്വഭാവം നമുക്ക് പിടികിട്ടും. ആ ഡേറ്റ എങ്ങനെയാണ് അയാളുടെ വേരിയേഷൻ എന്ന് നമുക്ക് പിടികിട്ടും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്പർ ഓഫ് ഡെത്ത് മാത്രമല്ല, ഇതിന്റെ കൂടെ വേറൊരു ഡേറ്റയും കൂടെ തന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്പർ ഓഫ് ബർത്തും കൂടെ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. ചുമ്മാ ഒന്നിൽ കൂടുതൽ ഡേറ്റ തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ബർത്ത് എന്ന് പറയുമ്പോൾ ഞാൻ ചുമ്മാ ഓരോ ഡേറ്റ കൊടുക്കുകയാണ്. 577, 299, 500, 1000, 1100, 700. ചുമ്മാ കൊടുത്തതാണ് ഡേറ്റ, ചുമ്മാ കൊടുത്തതാണ്. ഓക്കെ, ശരി. അപ്പോ 1996 577 ആണ് കേട്ടോ. 577 എന്ന് പറയുമ്പോൾ 400ന്റെ 600ന്റെ ഇടയിൽ വരും. അതായത് ഈ ഭാഗത്തായിട്ട്. അത് 299 എന്ന് പറയുമ്പോൾ 300ന്റെ ഒക്കെ അടുത്തായിട്ട് വരും. അതായത് 200ന്റെ 400ന്റെ അടുത്ത് ഈ ഭാഗത്തായിട്ട് വരും. ഇനി അടുത്ത് 500 ആണ് ഡേറ്റ. 1994 500 എന്ന് പറയുമ്പോഴും ഈ ഭാഗത്തായിട്ട് വരും. ഈ ഭാഗത്തായിട്ട് വരും. ഇനി അടുത്ത ഡേറ്റ 1000 ആണ്. 1000 എന്ന് പറയുമ്പോൾ ഈ ഭാഗത്തായിട്ട് വരും. ഈ ഭാഗത്തായിട്ട് അല്ലെ? ഈ ഭാഗത്ത്. ഇനി അടുത്ത 1100 ആണ്. അപ്പൊ വീണ്ടും കൂടും. അതായത് 1000ന്റെ 1200ന്റെ ഇടയിൽ വരും. അതായത് ഈ ഭാഗത്തായിട്ട് വരും. അടുത്ത 206 700 ആണ്. 700 എന്ന് പറയുമ്പോൾ ഈ ഭാഗത്ത് തന്നെ വരും. ഈ ഭാഗത്ത്. നമുക്കപ്പോൾ ഡേറ്റ റെപ്രസെന്റ് ചെയ്യാൻ ഞാൻ ഇപ്രാവശ്യം വേറൊരു കളറാണ് ഉപയോഗിക്കുന്നത്. അടുത്തടുത്തുള്ള ഡേറ്റ
അടുത്തടുത്തുള്ള ഡേറ്റയെ മാർക്ക് ചെയ്യുന്നു. ദിസ് ഇസ് ഇറ്റ്. അപ്പോൾ രണ്ട് പർട്ടിക്കുലർ ഡേറ്റയുടെ വേരിയേഷൻ ആണ് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് ഡേറ്റ് നമ്പർ ഓഫ് ഡെത്തും നമ്പർ ഓഫ് ബർത്തും കമ്പയർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് നോക്കുമ്പോൾ അറിയാം സംഭവം ഏകദേശം രണ്ടുപേരും ഒരേപോലെയാണ് പോകുന്നത്. നമ്പർ ഓഫ് ഡെത്ത് കുറയുമ്പോൾ നമ്പർ ഓഫ് ബർത്തും കുറയും. നമ്പർ ഓഫ് ഡെത്ത് കൂടുമ്പോൾ നമ്പർ ഓഫ് ബർത്തും കൂടും. നമ്പർ ഓഫ് ഡെത്ത് കൂടുമ്പോൾ നമ്പർ ഓഫ് ബർത്തും കൂടും. അപ്പോൾ ഈ ഒരു നമുക്ക് പറയാം ആ ഒരു സൊസൈറ്റി പ്രത്യേകിച്ച് വൾണറബിൾ ആയ ഒരു രോഗവും നേരിടുന്നില്ല. ഡെത്ത് റേറ്റ് കൂടുമ്പോൾ അതിനനുസരിച്ച് അടുത്ത വർഷം ബർത്ത് റേറ്റ് കൂടുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ അസംഷൻസ് ഒക്കെ നമുക്ക് ഈ ഒരു ഡേറ്റ റെപ്രസെന്റേഷനിലൂടെ മനസ്സിലാക്കാം. അല്ലാതെ വെറുതെ ഇങ്ങനെ ഒരു ഡേറ്റ ഇങ്ങനെ റെപ്രസെന്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ കുറെ നമ്പേഴ്സ് എന്നുള്ള രീതിയേ ഉള്ളൂ. പക്ഷെ ഇങ്ങനെ റെപ്രസെന്റേറ്റ് ചെയ്താൽ നമുക്ക് ഒരു പല കൺക്ലൂഷനിലും ഡേറ്റയുടെ സ്വഭാവത്തിൽ പല കൺക്ലൂഷനിലും നമുക്ക് എത്തിച്ചേരാം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെയുള്ള റെപ്രസെന്റേഷൻസ് ഉപയോഗിക്കുന്നത്. ഡേറ്റയെ കുറിച്ച് കുറച്ചുകൂടെ നന്നായിട്ട് പഠിക്കാം. അയാളുടെ മൂവ്മെന്റ് എങ്ങോട്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിക്കാം. ദിസ് ഇസ് ദ തിങ്. Next one is frequency distribution. Sorry. Sorry. Frequency distribution. എന്താണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ? എന്താണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ? ആ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ is a table displaying the number of values that fall within a particular category called class intervals. അതായത് നിങ്ങളുടെ കയ്യിൽ കുറെ ഡേറ്റ ഇങ്ങനെ ചുമ്മാ തന്നിട്ടുണ്ടാവും. ഈ ഡേറ്റയില് ഒരു പെർട്ടിക്കുലർ ക്ലാസ് ഇന്റർവൽ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ റേഞ്ചിന്റെ അകത്ത് വരുന്ന എത്ര പേർ ആ ഡേറ്റയിലുണ്ട് അതിന്റെ എണ്ണം കാണിക്കുന്ന ഒരു ടേബിളാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. ഓക്കെ, അതായത് നിങ്ങളുടെ കയ്യിൽ ഒരുപാട് ഡേറ്റ ചുമ്മാ തന്നിട്ടുണ്ട്. ആ ഡേറ്റയില് ഒരു പർട്ടിക്കുലർ ക്ലാസ്സിൽ ഈ 50 തൊട്ട് 70 വരെയുള്ള നമ്പർ ആ ഡേറ്റയിൽ എത്ര പേരുണ്ട് എന്ന് നമുക്ക് എണ്ണി എഴുതാം. അങ്ങനെ എഴുതി വെക്കുന്ന ആ ഒരു ടേബിളിനെയാണ് നമ്മൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ എന്ന് പറയുന്നത്. നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. സോ ഫോർ എക്സാമ്പിൾ, given the data of time of inauguration, age of 42 presidents of US.
convert the data into frequency distribution. Frequency distribution. Frequency distribution. ഈ ഡേറ്റയെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിലേക്ക് 42% US പ്രസിഡന്റ് ആയ 42 പേരുടെ ഏജസ് ആണ് നമ്മൾ ഇവിടെ തന്നേക്കുന്നത്. അത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിലേക്ക് ആക്കുക. ഏജസ് എന്താണ്, ഒരു പ്രത്യേക ഓർഡറിലൊന്നും അല്ല, ചുമ്മാ തന്നേക്കാണ്. നോക്കുക, 57, 57, 49, 52, 51, 51, 51, 56, 56. Next, 61, 61, 64, 56, 47, 56, 47, 56, 47, 56, and 60, 61, 54, 57, 54, 50, 46, 55, 55, 62, 52, and 57, 68, 48, 54, 54, 51, 43, 69, 58, 51, 65, 49, 49, 54, 55, 64. ഇതാണ് ഡേറ്റ. ഈ ഡേറ്റയാണ് നമുക്ക് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിലേക്ക് ആക്കാനുള്ളത്. അപ്പൊ നിങ്ങൾ ആ ഡേറ്റയുടെ ഒരു ഇനോമസിറ്റി കണ്ടിട്ടുണ്ടാവും. ഡേറ്റയുടെ ഒരു വലിപ്പം ഇതാണ്. അതായത് ചുമ്മാ വേഗമായിട്ട് കുറെ ഡേറ്റ ഇങ്ങനെ വാരി വലിച്ച് തന്നേക്കുന്നു. ഇയാൾ എനിക്ക് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിളിലേക്ക് ആക്കണം. അപ്പൊ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ നമുക്ക് വരയ്ക്കാം. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിള് ഐ തിങ്ക് frequency distribution table. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. അപ്പോൾ നമുക്കിപ്പോ ഈ ഡേറ്റ ഇവിടെ തന്നെ ഇരിക്കട്ടെ, നമുക്ക് സൈഡിലേക്ക് വരയ്ക്കാം. ഞാനിത് ഡേറ്റ അടുത്ത പേജിലേക്ക് മാറ്റാൻ പറ്റുമെന്ന് നോക്കിയതായിരുന്നു. ഈ പേജിൽ തന്നെ ഇരിക്കത്തുള്ളൂ. നമുക്ക് എന്തായാലും ഈ ഭാഗത്ത് എവിടെയെങ്കിലും വരയ്ക്കാം. അപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ ഡേറ്റയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു ടേബിൾ ആണ്. ഞാൻ ആ ടേബിൾ വരയ്ക്കാൻ പോവുകയാണ്. ഡേറ്റ റെപ്രസെന്റേഷന് വേണ്ടി നമുക്ക് ആദ്യം വേണ്ട ഫ്രീക്വൻസി ടേബിൾ. അപ്പോൾ ഞാൻ ആ ടേബിൾ സൈഡിൽ വരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ആ ടേബിളിന്റെ ആദ്യത്തെ ആള് ക്ലാസ് ഇന്റർവെൽസ്. അതായത് നമ്മുടെ ക്ലാസ് ഇന്റർവെൽസ് ആണ് നമുക്കിവിടെ മാർക്ക് ചെയ്യാനുള്ളത്. അപ്പൊ അതെന്താണ് നമുക്ക് നോക്കാം. ക്ലാസ് ഇന്റർവെൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നെക്സ്റ്റ് വൺ ഇസ് ടാലി. And final one is frequency. ഇതാണ് ഫ്രീക്വൻസി ടേബിളിന്റെ ഒരു രൂപം. അപ്പൊ എന്തൊക്കെയാണ് ഈ ടേബിളിൽ നമുക്ക് എഴുതേണ്ടത് എന്ന് നോക്കാം. ടേബിളിൽ എന്തൊക്കെയാണ് എഴുതേണ്ടത്, ഓരോ ടേബിളിലും എങ്ങനെയൊക്കെയാണ് എഴുതേണ്ടത്. ഓക്കെ ട്ടാ, കഴിഞ്ഞു. ഫസ്റ്റ് ഓഫ് ഓൾ ഗോ ത്രൂ ദിസ് ഡേറ്റ. ഈ ഡേറ്റയിൽ ഏറ്റവും ചെറിയ നമ്പർ അല്ലെങ്കിൽ ഏറ്റവും ചെറിയ നമ്പർ എവിടെയാണ്, അത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്യുക. നമുക്കറിയാം 40s
40s ആണ് ഏറ്റവും കുറവ്. 40s ആണ് ഏറ്റവും കുറവായിട്ടുള്ളത്, അല്ലെങ്കിൽ ഏറ്റവും ചെറുത് എന്ന് പറയാനായിട്ട് 40s ആണ്. 50s ഉണ്ട്, 60s ഉണ്ട്, പക്ഷെ 40s ആണ് ഉള്ളതിൽ ഏറ്റവും കൂടുതൽ. ഏറ്റവും കുറവ് 49 ഉണ്ട്, 43 ഉണ്ട്, അങ്ങനെ. അപ്പൊ നമുക്ക് 40യിൽ തുടങ്ങാം. 40 തൊട്ട് 44 വരെ എത്ര ഡേറ്റ ഇതിൻ്റെ അകത്തുണ്ട്? 40 തൊട്ട് 44 വരെ. ഈ 40 തൊട്ട് 44 വരെ എന്ന് പറയുന്ന ഇയാളാണ് ക്ലാസ് ഇന്റർവൽ. അതിപ്പോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. 40 തൊട്ട് 45 വരെ വേണോ എടുക്കാം, 40 തൊട്ട് 50 വരെ വേണോ എടുക്കാം, 40 തൊട്ട് 60 വരെ വേണോ എടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ ഏറ്റവും ചെറിയ ക്ലാസ് ഇന്റർവൽ, ക്ലാസ് ഇന്റർവെലുകൾ ഇച്ചിരി ചെറുതാണ്, 40 തൊട്ട് 44 എന്നൊക്കെ പറയുമ്പോൾ ഡേറ്റയെ കുറിച്ച് നമുക്ക് കൂടുതൽ നന്നായിട്ട് പഠിക്കാൻ പറ്റും. ഡേറ്റയെ കുറിച്ച് കൂടുതൽ നന്നായിട്ട് പഠിക്കാൻ പറ്റും. ക്ലാസ് ഇന്റർവെൽ എത്ര കുറയുന്നോ അത്രയും നന്നായിട്ട് ഡേറ്റ റെപ്രസെന്റ് ചെയ്യും. സോ ഞാൻ ആദ്യം 40 തൊട്ട് 44 വരെ. ആസ് യു ക്യാൻ സീ there is a difference of 4. അടുത്ത് 45 മുതൽ 49 വരെ. അടുത്ത 50 മുതൽ 54 വരെ. നെക്സ്റ്റ് 55 to 59, 60 to 64, and finally 65 to 69. ഇതാണ് ക്ലാസ് ഇന്റർവെൽ. 69 വരെയൊക്കെ ഉള്ളൂ, അതിനുശേഷം ഇല്ല, വാല്യൂ ഒന്നുമില്ല. 69 ആണുള്ളതിൽ ഏറ്റവും വലുത്, പിന്നെ അതിനുശേഷം വാല്യൂ ഇല്ല, അതുകൊണ്ട് അവിടെ വെച്ച് നിർത്തി. ഇനി 40 മുതൽ 41 വരെ എത്ര പേരുണ്ടെന്ന് നോക്കാം. 40 to 49, 40 to 44 ആരുമില്ല, ഇവിടെ ആരുമില്ല. അടുത്ത് 40 to 44 ഇവിടെ ആരുമില്ല. അടുത്ത് 40 to 44 ഇവിടെ ആരുമില്ല. 40 to 44 അതാ 43 ഉണ്ട്, ഒരാളായി. അപ്പോ ഒരാൾ വന്ന സ്ഥിതിക്ക് ഇങ്ങനെ മാർക്ക് ടാലി ഇടുക. 43. ഇനി ഇപ്പൊ ഇതാണല്ലോ 43. അടുത്ത് ഇനി ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല, കഴിഞ്ഞു. അപ്പോ ഒരേ ഒരാൾ മാത്രം, therefore ഇവിടെ ഒരേ ഒരാളെ വന്നിട്ടുള്ളൂ, therefore frequency is 1. Now 45 to 49, 45 to 49. Okay, 45 to 49. ദേ ഒരാൾ 49 ഒരാൾ വന്നു. അപ്പൊ ദേ ഇവിടെ ടാലി ഇട്ടു 1. ഇനി അടുത്ത് 45 to 49, 45 to 49 ഇവിടെ ആരുമില്ല. ദേ ഇറങ്ങുന്നു 47, രണ്ടാമത്തെ ആൾ. അടുത്ത ടാലി ഇട്ടു. Now 45 to 49 ഇവിടെ ആരുമില്ല. ഇവിടെ ദേ കിടക്കുന്നു 46, ഒരാളും കൂടെയായി. ഒന്നുകൂടെ മാർക്ക് ചെയ്തു 46. വീണ്ടും പോകുന്നു, ഇവിടെ ആരുമില്ല. 45 to 49 ദേ കിടക്കുന്നു 48. അടുത്തത് മാർക്ക് ചെയ്യുന്നു 48, മാർക്ക് ചെയ്തു. നെക്സ്റ്റ് വീണ്ടും പോകുന്നു 43. ഇതൊക്കെ നമ്മൾ നേരത്തെ എടുത്ത ഡേറ്റയാണ്. ഇനി അടുത്ത 49, അടുത്തത് 49 മാർക്ക് ചെയ്തു. വീണ്ടും ഒരു 49 മാർക്ക് ചെയ്തു. മൊത്തം കഴിഞ്ഞു. അതായത് 6 പേര്. അപ്പൊ ഇവിടെ മാർക്ക് ചെയ്യണം ഫ്രീക്വൻസി 6. കണ്ടല്ലേ? ഡൺ. ഇനി അടുത്തത് 50 to 54. 50 to 54. അപ്പൊ 50 to 54 എത്ര ഡേറ്റ ഉണ്ടോ നോക്കാം. 1, 2, 3, 4. 50 to 54 1, 2, 3, 4. അപ്പൊ അത് മാർക്ക് ചെയ്തു 1, 2, 3, 4. ഇനി അടുത്ത് വീണ്ടും താഴേക്ക് വരാം. ഇവിടെ ആരുമില്ല. 50 to 54 ദേ കിടക്കുന്നു 1. വീണ്ടും ഒരാൾ. അപ്പൊ ആ 1 മാർക്ക് ചെയ്യാം. 1 മാർക്ക് ചെയ്തു. നെക്സ്റ്റ് 50 to 54 1, 2, 1, 2, 2, 2, 3. 1, 2, 3. 3 പേര്. അപ്പൊ അത് മാർക്ക് ചെയ്യുന്നു 1, 2, 3. ഇനി അടുത്ത 1, 2, 3. വീണ്ടും 3 പേര്. അപ്പോ 1, 2, 3 കഴിഞ്ഞു. ഇനി ഫൈനൽ ലൈനാണ് 1, 2, 2 പേര്. 2 പേരും കൂടെ ഉള്ളൂ. അപ്പൊ 2 പേരെ നമ്മൾ മാർക്ക് ചെയ്യുന്നു 1, 2. കണ്ടല്ലോ? അതായത് 5, 5, 10, 13, 13 പേര്. 13 പേര് 50ഉം 54ന്റെയും ഇടയിലുണ്ട്. നെക്സ്റ്റ് 55 to 59. 55 to 59. 1, 2, 3, 4.
ഇവിടെ മാർക്ക് ചെയ്യുന്നു 1 2 3 4. ഇനി അടുത്ത് 55 to 59 1 2 2 രണ്ടുപേരും കൂടെ. അടുത്ത ലൈനിലേക്ക് പോവാം. 1 2 3 മൂന്ന് പേരും കൂടെ വന്നു. അപ്പൊ 1 2 3. ഇനി അടുത്ത വീണ്ടും പോവാം. അടുത്ത് വീണ്ടും പോകുമ്പോ ഇവിടെ ഒന്നുണ്ട്, ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 4. അല്ലെ, നേരത്തെ എണ്ണിയതാണ് അല്ലെ. ഇവിടെയാണ് 1 2 3 ഇവിടെ എണ്ണണ്ട. 1 2 കൂടെ ഉള്ളൂ. അപ്പോ 1 2 കഴിഞ്ഞു. അതായത് 5 5 1 ദാറ്റ് ഇസ് 11 പേര്. അടുത്ത 60 to 64 നിങ്ങൾ കൂട്ടുക. 60 to 64 നോക്കുമ്പോൾ നിങ്ങൾ എന്നെ ഇങ്ങനെ നോക്കിയാൽ മതി. 60 to 64 കൂട്ടുമ്പോ നിങ്ങൾക്ക് 7 പേരെ കിട്ടും. ആൻഡ് 65 to 69 കൂട്ടുമ്പോ 3 പേരെ കിട്ടും. ആൻഡ് ദിസ് ഇസ് യുവർ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. കഴിഞ്ഞു. ഇതാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഒരു പ്രശ്നമില്ല, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ് ഈ കാണുന്നത്. അപ്പൊ എന്താണ് നമ്മൾ ചെയ്തത് നോക്കാം. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട് ഡേറ്റ ഇങ്ങനെ ചുമ്മാ തന്നേക്കും. ക്ലാസ് ഇന്റർവൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തതിനു ശേഷം ഈ ഡേറ്റ എത്ര പേര്, ഇപ്പൊ ഒരു പർട്ടിക്കുലർ ക്ലാസ് ഇന്റർവലിൽ എത്ര ഡേറ്റ ഉണ്ട്, അത് ടാലി ചെയ്തിട്ട് നിങ്ങൾ അത് എത്ര എണ്ണം ഉണ്ടെന്ന് എഴുതുക. അതായത് നിങ്ങൾക്ക് ഞാനിപ്പോ ഓൺലൈൻ ആയതുകൊണ്ട് ഞാനിവിടെ എഴുതി കാണിക്കുന്നതുകൊണ്ടാണ് സ്ക്രീൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രാഗ് ചെയ്യേണ്ടതുണ്ട്. അപ്പോഴാണ് നിങ്ങൾ അങ്ങനെ കണ്ടത്. അപ്പൊ നിങ്ങൾ അവിടെ ഒരു നമ്പർ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഒരു ടാലി ഇടുക. 51 വീണ്ടും കാണുമ്പോൾ വീണ്ടും ടാലി ഇടുക. അടുത്ത 52 വീണ്ടും ടാലി ഇടുക. അങ്ങനെ പോകും. ഓരോന്ന് കാണുമ്പോൾ ടാലി ചെയ്ത് പോകുക. അപ്പൊ ഈസി ആയിരിക്കും, കൺഫ്യൂഷൻ ആകും. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഫ്രീക്വൻസി മുഴുവനായിട്ട് കിട്ടും. ഇതാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. ഡൺ.